ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബിരിയാണി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ചിക്കൻ ടിക്ക ബിരിയാണി. ശരിക്കും സൂപ്പർ ടേസ്റ്റാണത്. ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ബിരിയാണി കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ടിക്ക ബിരിയാണി. നമ്മൾ സാധാരണ ചിക്കൻ ബിരിയാണിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇത് റെഡിയാക്കുന്നത്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു ഇടത്തരം പീസാക്കി കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, നമ്മൾ നല്ല മുളക് പൊടി ഇതിൽ ചേർക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പുളിയില്ലാത്ത 2 ടേബിൾ സ്പൂൺ കട്ട തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി, 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര്, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കനിൽ മസാല എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. തേച്ച് പുരട്ടിയെടുത്തതിന് ശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് റെഡിയാക്കാം. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മസാല നന്നായിട്ട് പിടിച്ച ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ മസാലയിലും കൂടി ഇട്ട് റെഡിയാക്കുന്ന സമയത്ത് കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം. 2 വശവും നന്നായിട്ട് റെഡിയാവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനിൽ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊരു കനൽ കത്തിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ചെറിയ ഒരു ബൗളിനകത്ത് കനൽ കത്തിച്ച് വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. സ്മോക്ക് നന്നായി വരുന്ന സമയത്ത് നമുക്കിത് ഒരു അടപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്കിതെടുത്ത് മാറ്റാം. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ കനൽ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. അതിനുശേഷം ചിക്കൻ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ബിരിയാണിക്ക് വേണ്ട മസാല റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് 2 മീഡിയം സൈസ് സവാള ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങാനീര്, 1 ടേബിൾ സ്പൂണോളം നാരങ്ങാനീര്, പിന്നെ 1 ടേബിൾ സ്പൂണോളം തൈരും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഗ്രേവി ചിക്കനിലേക്കെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കുന്ന വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു ചെറിയ തീയിൽ ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് റെഡിയാക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുന്ന സമയത്ത് മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കനിലേക്ക് എല്ലാം പിടിക്കുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ മസാല റെഡിയായി. ഇനി നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് റൈസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 കപ്പ് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. 3 കപ്പ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 ഏലക്ക, ചെറിയ കഷ്ണം 2 കഷ്ണം പട്ട, ഒരു ചെറിയ ബേ ലീവ്സ്, ഗ്രാമ്പൂ, സ്റ്റാർ സീഡ്. പിന്നെ ഇതിലേക്ക് റൈസിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഷാജീരകമാണ്. ഒരു 1/2 ടീസ്പൂൺ ഷാജീരകം ചേർത്ത് കൊടുക്കണം. ടിക്ക ബിരിയാണി ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഉണ്ടെങ്കിലാണ് ടേസ്റ്റ് കൂടുതൽ. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം.
വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ നെയ്യൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വെച്ച് നന്നായിട്ട് റൈസ് വേവിച്ചെടുക്കാം. അപ്പോൾ റൈസ് ഞാനിവിടെ വെള്ളം വറ്റിച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റൈസ് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് പകുതി റൈസ് ഒന്ന് മാറ്റി കോരി വെക്കാം. പകുതി റൈസ് കോരി വെച്ചിട്ട് ബാക്കി പകുതിയിലാണ് ഞാൻ മസാല ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് മൊത്തത്തിൽ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇടണമെന്ന് വെച്ചാലും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള ചോറിൽ പകുതി ചോറിൽ ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കളറിന് വേണ്ടിയിട്ട് ഒരു യെല്ലോ കളറും റെഡ് കളറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാം ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി റൈസ് ഇതിൻ്റെ മുകളിലിട്ട് ഫില്ല് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ മല്ലിയിലയും കുറച്ച് കളറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടില്ല. ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു ഫോയിൽ പേപ്പർ വെച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ ആ ഫോയിൽ പേപ്പർ കവർ ചെയ്തെടുക്കുക. എന്നിട്ട് അടിയിൽ നമുക്ക് പഴയൊരു ഫ്രൈ പാൻ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ചെറിയ തീയിൽ സിമ്മിൽ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞ് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ടിക്ക ബിരിയാണി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ പകുതി ചോറ് ഒന്ന് മാറ്റിയതിന് ശേഷം ബാക്കി റൈസും ചിക്കനും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇത് മിക്സ് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറൈറ്റി ടേസ്റ്റാണിത്. അപ്പോൾ ഇതുപോലെ ചിക്കൻ ബിരിയാണി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടിക്ക ബിരിയാണി ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് ഇനി നമുക്ക് വീണ്ടും കാണാം. താങ്ക്